ഓക്കേണോ? എല്ലാരും ഓക്കേണോ? അങ്ങനെ നമുക്കൊരു കഥ പറയാം. ശ്രദ്ധിച്ച ആയുഷ് ഇച്ചിരി ചരിഞ്ഞിരി. ഇതൊക്കെ മതി. നേരെ എല്ലാരും. അന്നേരം ടീച്ചർ പറഞ്ഞു, കഥ പറയുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ചെയ്യുന്നത്? മാന്യസദസ്സിന് നമസ്കാരം ഇല്ലേ? എന്നിട്ട് നമ്മള് ഓരോരുത്തരുടെയും പേര് പറഞ്ഞിട്ടാണ് നമ്മൾ കഥ പറയാൻ പോകുന്നത്. എല്ലാരും നേരെ ഇരുന്ന് ടീച്ചറെ നോക്കിയോ? അന്നേരം ടീച്ചർ പറയുന്ന കഥയുടെ പേരാണെന്ത്? മണ്ണാങ്കട്ടയും കരിയിലയും. മണ്ണാങ്കട്ടയും കരിയിലയും. മണ്ണാങ്കട്ട എന്ന് പറയുമ്പോ നമ്മള് മണ്ണ് കുഴച്ച് കട്ടയാക്കുന്നതാണ്. കണ്ട, മണ്ണാങ്കട്ട. ഇത് പ്ലാവിന്റെ ഇല കരിഞ്ഞിട്ട് ഉണ്ടാകുന്നതാണ് കരിയില. ഇതിന്റെ നിറമാണ്, കരിയിലയുടെ നിറമാണ് തവിട്ട് നിറം. അന്നേരം കഥ പറയട്ടെ ടീച്ചർ. ചിന്മയ നേരെ ഇരി. അന്നേരം കഥയുടെ പേരാണ് മണ്ണാങ്കട്ടയും കരിയിലയും. ഒരിടത്തൊരിടത്ത് ഒരു മണ്ണാങ്കട്ടയും ഒരു കരിയിലയും ഉണ്ടായിരുന്നു. അന്നേരം മണ്ണാങ്കട്ടയും കരിയിലയും നല്ല കൂട്ടുകാരാരാ? ഉറക്കെ പറഞ്ഞാണ് ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ. നിങ്ങൾ എല്ലാരും കൂട്ടുകാരല്ലേ? അതുപോലെ മണ്ണാങ്കട്ടയും കരിയിലയും നല്ല കൂട്ടുകാരായിരുന്നു അല്ലേ? കൂട്ടുകാരായിരുന്നപ്പോൾ ഒരു ദിവസം കൂട്ടുകാർ ഓരോരുത്തരുടെ യാത്ര പോകത്തില്ലേ? കൂട്ടുകാരായിരുന്നപ്പോ മണ്ണാങ്കട്ടയും കരിയിലയും തീരുമാനിച്ചു, നമുക്ക് കാശിക്ക് പോകാമെന്ന്. എവിടെ പോവാനാ? കാശിക്ക് പോകാന്ന് തീരുമാനിച്ചു. എവിടെ പോകാൻ തീരുമാനിച്ചേ? കാശിക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടെ നടന്നാ പോകുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ യാത്രയായി അല്ലേ? നമ്മൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നതിനാണ് നമ്മൾ യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കാശിക്ക് പോകാൻ മണ്ണാങ്കട്ടയും കരിയിലയും കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതാ ഒരു മഴ എവിടുന്നായിരിക്കും വരുന്നേ? ആകാശത്തുനിന്ന് എന്ത് വീഴുമ്പോഴാ നമ്മള് മഴയെന്ന് പറയുന്നേ? എന്ത് വീഴുമ്പോഴാ? ആകാശത്തുനിന്ന് എന്തോ വീഴും താഴേക്ക്? എന്തോ വീഴും? മഴ. അത് പക്ഷെ എന്തോ വീഴുന്നേ? വെള്ളം. ആകാശത്തുനിന്ന് എന്തോ വന്ന് വീഴുന്നേ? വെള്ളം വന്ന് താഴേക്ക് വീഴുമ്പോഴാണ് നമ്മൾ മഴ എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെ മഴ വന്നു. മഴ വന്നപ്പോ മണ്ണാങ്കട്ടയ്ക്ക് പേടിയായി. എന്തായി? മണ്ണാങ്കട്ടയ്ക്ക് പേടിയായി. മണ്ണാങ്കട്ടയ്ക്ക് ഈ വെള്ളം വീണാൽ എന്ത് ചെയ്യും? ഞാൻ അലിഞ്ഞു പോകുന്ന മണ്ണാങ്കട്ടയ്ക്ക് അറിയാം. അപ്പൊ മണ്ണാങ്കട്ടെ കരിയിലെടുത്ത് പറഞ്ഞു, കരിയിലെ കൂട്ടുകാരാ, ഈ വെള്ളം വീണാൽ ഞാനങ്ങ് അലിഞ്ഞു പോകും. അപ്പൊ കരിയിലെടുത്ത് പറഞ്ഞെന്നറിയാമാ? കൂട്ടുകാരാ നീ കരയണ്ട, ഞാൻ നിന്റെ മുകളിൽ കയറിയിരിക്കാം. എവിടെ ഇരിക്കാം? ഞാൻ നിന്റെ മുകളിൽ കയറിയിരിക്കാം. അങ്ങനെ കരിയില മണ്ണാങ്കട്ടയുടെ മുകളിലിരുന്നു. അപ്പോഴത്തേക്ക് മഴയങ്ങ് പോയി. മഴയങ്ങ് പോയി. അപ്പോഴും പിന്നെയും രണ്ടുപേരും യാത്ര തുടങ്ങി. രണ്ടുപേരും കൂടെ നടക്കുകയാണ്. നടന്നപ്പോ ശബ്ദം. അപ്പോഴെന്താണ് വന്നത്? കാറ്റ് വന്ന്. എന്താ കാറ്റ്? എങ്ങനെയായിരിക്കും വരുന്നേ? അങ്ങനെ ഭയങ്കരമായ കാറ്റ്. അപ്പൊ കരിയിലേക്ക് പേടിയായി. കരിയിലേക്ക് അറിയാൻ കാറ്റടിച്ചാൽ ഞാൻ പറന്നു വിടും. കരിയിലെ മണ്ണാങ്കട്ട എടുത്ത് പറഞ്ഞു, മണ്ണാങ്കട്ടെ കൂട്ടുകാരാ, ഈ കാറ്റ് വന്നാൽ ഞങ്ങൾ പറന്നു പോകും. അന്നേരം മണ്ണാങ്കട്ട പറഞ്ഞ്, നീ പേടിക്കണ്ട കൂട്ടുകാരാ, ഞാൻ നിന്റെ മുകളിൽ കയറിയിരിക്കാം. എന്ത് ചെയ്യാം? മണ്ണാങ്കട്ടയ്ക്ക് വെയിറ്റില്ലേ? അന്നേരം കരിയിലയുടെ മുകളിൽ കയറിയിരുന്നു. അങ്ങനെ കാറ്റങ്ങ് പോയി. പിന്നെ രണ്ടുപേരും കൂടെ യാത്രയായി. രണ്ടുപേരും കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. കഥയൊക്കെ പറഞ്ഞ് രണ്ടുപേരും പോവാ. പൊയ്ക്കൊണ്ടിരുന്നപ്പം കാണാം മഴയും വന്ന് കാറ്റും രണ്ടും ഒരുമിച്ച് വന്നില്ലേ? മഴയും ഇങ്ങനെ മഴവെള്ളവും വീണ് കാറ്റും വന്നു അല്ലേ? അന്നേരം മഴവെള്ളം വീണാൽ ആരലിഞ്ഞു പോവും? മണ്ണാങ്കട്ട. കാറ്റ് വന്നാൽ ആര് പറന്നു പോവും? കാറ്റ് വന്നാൽ ആര് പറന്നു പോവും? കരിയില പറന്നു പോവും. അങ്ങനെ ഭയങ്കര മഴയും കാറ്റും കൂടെ ഒരുമിച്ച് വന്ന് മണ്ണാങ്കട്ട അലിഞ്ഞു പോയി, കരിയില പറന്നു പോയി അല്ലേ? രണ്ട് കൂട്ടുകാരും അങ്ങ് പോയി. അപ്പോഴേ ടീച്ചർ പറഞ്ഞ കഥയുടെ പേരെന്തായിരുന്നു? എല്ലാരും പറ, എന്തായിരുന്നു?
കരിയിലെയും കൂട്ടുകാരായിരുന്നു. അവരെവിടെ പോകാൻ തീരുമാനിച്ചു? എവിടെ പോകാൻ തീരുമാനിച്ചില്ലല്ലോ? കാശി. എവിടെ പോകാൻ തീരുമാനിച്ചു? കാശിക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവര് നടന്നു പോയപ്പോൾ ആദ്യം വന്നത് ആരായിരുന്നു? മഴ വന്നു. മഴ വന്നപ്പോൾ എന്ത് ചെയ്തു? മഴ വന്നപ്പോൾ എന്ത് ചെയ്തു? ആ, മണ്ണാങ്കട്ട അടിഞ്ഞു പോകുന്നതുകൊണ്ട് ആരെന്ത് ചെയ്തു? മണ്ണാങ്കട്ടയുടെ മുകളിൽ കയറിയിരുന്നു. രണ്ടാമത് പിന്നെ വന്നത് ആരായിരുന്നു? കാറ്റ് വന്നാൽ ആര് പറന്നു പോകും? കരിയില. ഇത്ര കരിയില പറന്നു പോകാതിരിക്കാൻ ആര് മണ്ണാങ്കട്ട എന്തോ ഇത് മുകളിൽ കയറിയിരുന്നു. അവസാനം വന്നത് ആരൊക്കെയായിരുന്നു? മഴയും കാറ്റും ഒരുമിച്ച് വന്നു. അപ്പോൾ എന്ത് പറ്റി? കരിയില പറന്നു പോയി. അലിഞ്ഞു പോയി.